ഇത് കണ്ടില്ലേ, ഇതൊന്ന് വായിച്ചു നോക്കിട്ടാ. ഇത് സബ്സിഡി കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നുണ്ട്, അതായത് നെൽകൃഷിക്ക് വരുന്നുണ്ട്. ഇത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നമുക്ക് സബ്സിഡി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്ടറിനാണ് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലൊരു സബ്സിഡി കണക്കാക്കുന്നത്. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കാക്കുന്നത് 2.5 ഏക്കർ സ്ഥലത്തിനാണ്. ഒരു ഏക്കർ നമുക്ക് പണിയാൻ ചുരുങ്ങിയത് നമുക്കൊരു 35,000 രൂപ ചിലവ് വരുന്നുണ്ട്. ഒന്നുകൂടിയും എന്താ പറയുക, ബുദ്ധിമുട്ടുള്ള ഏരിയ, മോട്ടറൊക്കെ വെച്ചിട്ട് വെള്ളം അടിക്കുന്ന രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 40,000 രൂപ വരും. അതുപോലെ തന്നെ നെല്ല് നല്ല രീതിയിൽ നമുക്ക് നെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു 2,500 കിലോ നെല്ലൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 70,000 ഇവിടെ നെല്ലാണ് കിട്ടുക. ഇതിന് മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൃഷി ചെയ്തിട്ട് നല്ല രീതിയിലുള്ള നെല്ല് കിട്ടിയാൽ തന്നെയാണ് നമുക്ക് കൃഷി മുതലാവുള്ളൂ. പിന്നെ സബ്സിഡിയുടെ കാര്യം, കൃഷിഭവൻ്റെ അണ്ടറിൽ സബ്സിഡി കൊടുക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് പല സ്ഥലങ്ങളിലും കോമഡിയാണത്. ഹെക്ടറിന് 3,000 രൂപ വരെ കിട്ടിയിട്ടുള്ള അവസ്ഥ വന്നിട്ട് ഒരു ഏക്കർ പണിയിൽ 35,000 രൂപ വരെ ഉണ്ടെങ്കിൽ നമുക്ക് 2.5 ഏക്കർ പണിയാവും. ഒരു ഹെക്ടറിനാണ് നമുക്ക് സബ്സിഡി കിട്ടുന്നത്. അപ്പോൾ 2.5 ഏക്കർ പണിയാൻ എത്ര രൂപ വരും നിങ്ങൾക്ക് അറിയോ? 80,000 രൂപയുടെ അടുത്ത് വരും. 1 ലക്ഷം രൂപയുടെ അടുത്ത് വരും. അപ്പോൾ ഈ 1 ലക്ഷം രൂപയുടെ വരെ വർക്ക് വരുന്ന ഇതിലേക്ക് 3,000 രൂപ കിട്ടിയിട്ട് എന്താ കാര്യം? പിന്നെ ഇതുപോലെയുള്ള തരിശുഭൂമി പണിയണം. തരിശുഭൂമി പണിയുമ്പോൾ ഹെക്ടറിന് 30,000 അതല്ലെങ്കിൽ 40,000 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള തരിശുഭൂമി പണിയണമെന്നുണ്ടെങ്കിൽ സാധാരണ സ്ഥലത്ത് 30,000 വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്ര രൂപ വരും? അപ്പോൾ തരിശുഭൂമി പണിതാലും നമുക്ക് ഇങ്ങനെയുള്ള സബ്സിഡി കിട്ടിയാലൊന്നും മുതലാവില്ല. നല്ല രീതിയിൽ നല്ല നെല്ല് കിട്ടിയിട്ട് അത് സപ്ലൈകോ വഴി വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ മുതലാവുള്ളൂ. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് മറുപടിയായിട്ട് ഞാനൊരു പുതിയ വീഡിയോ ചെയ്തു തന്നായിരിക്കും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.